ജഗത്തേട്ട, ഈ സിനിമകൾ മനുഷ്യന്റെ ജീവിതത്തെ സ്വാധീനിക്കുമെന്ന് പറയുന്നതിൽ എത്രമാത്രം സത്യമുണ്ട്? തീർച്ചയായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. അത് സ്വാധീനിക്കുന്നു പറയുമ്പോൾ പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പോൾ ലക്ഷ്മി പറഞ്ഞല്ലോ എന്തുമാത്രം സത്യമുണ്ടെന്ന്. ഇപ്പോൾ ഈ സ്വാധീനിക്കുന്ന ഒന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പണ്ട് കാലത്തെ നമ്മുടെ സിനിമകളുടെ കാര്യങ്ങൾ തന്നെ എടുത്താൽ മതി. കാരണം മിക്ക സിനിമകളും ഹിന്ദി സിനിമ തൊട്ട് നമ്മുടെ ഭാരതത്തിൻ്റെ ഇത് പറയുകയാണെങ്കിൽ ഹിന്ദി സിനിമ തൊട്ട് എടുക്കുകയാണെങ്കിൽ ആദ്യകാലത്തെ എല്ലാ സിനിമകളും എന്തെങ്കിലും ഒരു സന്ദേശം ജനങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടായിരുന്നു. അതായത് ജനങ്ങൾ മര്യാദക്കാരായിട്ട് ജീവിക്കണം എന്നുള്ളൊരു ഭാവന കണ്ടുകൊണ്ടായിരുന്നു അന്നത്തെ സിനിമകളൊക്കെ ഇറങ്ങിയിരുന്നത്. അപ്പോൾ അതിൽ നിന്ന് തന്നെ നമുക്ക് മനസ്സിലാക്കാം. അന്നത്തെ സിനിമകൾ ഇറങ്ങിയിരുന്നു എന്ന് പറയുമ്പോൾ ഇന്നത്തെ സിനിമകൾ അതില്ലെന്നാണോ? ഇല്ലെന്നല്ല, അത് നമ്മൾ സിനിമ പഠിക്കുമ്പോഴേ നമുക്ക് മനസ്സിലാവും. കാരണം വെച്ചാൽ സിനിമയുടെ ഇതിനകത്ത് അന്നൊക്കെ ഒരു പൂർണ്ണമായൊരു കഥയായിരുന്നു. സൽഗുണസമ്പന്നനായ ഒരു നായകൻ, ആ നായകൻ്റെ കഥകളായിരിക്കും അധികം വരിക. വില്ലൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാൾക്ക് ഇല്ലാത്ത ദുശീലം ഉണ്ടാവില്ല. അയാൾ വഴി കൂടെ നടക്കുമ്പോൾ തൊട്ട് ഇയാളെ ജനിപ്പിച്ചതന്നെ എന്തിനാന്ന് വരെ നമുക്ക് തോന്നിപ്പോകും. ആ രീതിയിലുള്ള ടീമാണ് അന്നത്തെ വില്ലന്മാർ. പക്ഷേ ഇപ്പോഴത്തെ രീതിയല്ല. ഇപ്പം വെച്ചാൽ ഫുള്ളായിട്ട് സ്റ്റോറി നമുക്ക് സിനിമ പറയുന്നില്ല, ചില സന്ദർഭങ്ങൾ എടുത്തിട്ട് അതാണ് ഇപ്പോൾ അവതരിപ്പിക്കുന്നത്. ഇപ്പോൾ സിനിമയിൽ പോസിറ്റീവ്സും ഉണ്ട് നെഗറ്റീവ്സും ഉണ്ട്. ഈ പോസിറ്റീവ്സ് ഓക്കെ നമുക്ക് നമ്മുടെ ലൈഫിലേക്ക് അഡോപ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഒരിക്കലും അത് ദോഷകരമായിട്ട് ബാധിക്കില്ല. പക്ഷെ നെഗറ്റീവ് സൈഡ് എടുക്കുമ്പോഴത്തേക്കും ഇപ്പോൾ നമ്മൾ പറയുകയാണെങ്കിൽ ആവേശം സിനിമ ഇറങ്ങി കഴിഞ്ഞപ്പോഴത്തേക്കും ആവേശത്തെ ആ സിനിമയിൽ കാണിക്കുന്ന അതേപോലെ തന്നെ ഗുണ്ടാ തലവന്മാരെയൊക്കെ വെച്ചിട്ടൊരു പാർട്ടി നമ്മുടെ ഈ കൊച്ചു കേരളത്തിൽ സംഭവിച്ച കാര്യമാണ്. അതേപോലെ തന്നെയാണ് ഈ അടുത്ത കാലത്ത് സംഭവിച്ചൊരു കാര്യമാണ്. അത് മാത്രമല്ലാണ്ട് ഈ സിനിമകളിലെ പാട്ടുകളും സിനിമകളിലെ സീനുകളും ഒക്കെ കുട്ടികളിൽ നമ്മുടെ വളർന്നു വരുന്ന യുവതലമുറയിൽ ഭയങ്കരമായിട്ടൊരു നെഗറ്റീവ് സൈഡാണ്, അതാണ് കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ അതൊക്കെ സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ സിനിമയിൽ നിന്ന് ലഭിക്കുന്നത് നെഗറ്റീവ് അല്ലേ? സൊസൈറ്റിക്ക് കൊടുക്കുന്ന മെസ്സേജ് എന്ന് പറയുന്നത് നെഗറ്റീവ് ആയിരിക്കുമല്ലോ. ഇതെന്താണെന്ന് വെച്ചാൽ നമ്മൾ ഡയറക്റ്റ് എടുക്കുകയല്ലേ ചെയ്യണം. ഇപ്പം ഞാനിപ്പോൾ എൻ്റെ ഒരു ഏജിൻ്റെ ഇത് വെച്ചിട്ട് ഞാൻ പറയുകയാണെങ്കിൽ ആ പണ്ട് കാലത്ത് ഇപ്പോൾ പ്രണയം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ വേണുനാഗവള്ളി പ്രേമിക്കുന്ന പോലെ പ്രേമിക്കുക. അന്നത്തെ സ്ത്രീകളുടെ കൺസെപ്റ്റ് അങ്ങനെയായിരുന്നു. അപ്പോൾ എൻ്റെ തലമുറയല്ല, അതിന് തൊട്ട് മുമ്പത്തെ തലമുറ എടുത്തു കഴിഞ്ഞാൽ വേണുനാഗവള്ളിയെപ്പോലൊരു കാമുകൻ, അതായത് കാമുകിക്ക് വേണ്ടി ത്യാഗത്തിൻ്റെ മൂർത്തിഭാവമായിട്ടുള്ളൊരു കാമുകൻ. അതൊന്നും നമ്മൾ ആ സിനിമാക്കാരൻ പറഞ്ഞിട്ടില്ല ഇത് നമ്മളോട് പഠിക്കാൻ. നമ്മളിലേക്ക് ആ സിനിമയിൽ നിന്ന് നമ്മൾ ഉൾക്കൊള്ളുവാണ്. അതുപോലെ നെഗറ്റീവ്സ് ആണെങ്കിൽ പോലും ഇതൊന്നും നമ്മൾ ആ നെഗറ്റീവ് ഒരു സിനിമ എന്ന് പറയുമ്പോഴത്തേക്ക് ആ സമൂഹത്തിൻ്റെ ഒരു പരിച്ഛേദമാണ്. അതായത് നമ്മൾ സിനിമയെ നോക്കി കാണുന്ന പോലെ തന്നെ സിനിമ നമ്മളെ നോക്കി കാണുന്നുണ്ട്. ഇതിലേത് നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് തിരഞ്ഞെടുക്കണം എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായിട്ടുള്ള ഒരു ചോയ്സ് മാത്രമാണ്. അത് ലക്ഷ്മി, അതിനകത്ത് വേറെ സംഭവമുണ്ട്. നമ്മൾ തിരഞ്ഞെടുക്കുന്നുണ്ടോ? നമ്മൾ അറിയാതെ നമ്മളിലേക്ക് കയറുമല്ലേ അത്. ഈ സിനിമ കണ്ടിട്ട് ഇത് ഞാൻ നാളെ തൊട്ട് മോഹൻലാലിനെ പോലെ അയക്കാം, അങ്ങനൊന്നും ആരും വിചാരിക്കണില്ല. പക്ഷെ സ്വാഭാവികമായിട്ടും വരുന്നുണ്ട്. ഇപ്പം എനിക്ക് തന്നെ ഉള്ള അനുഭവം പറയാം. ഇപ്പം എൻ്റെയൊക്കെ തലമുറയിലൊക്കെ സിഗരറ്റൊക്കെ വലിച്ചു തുടങ്ങിയത് ശരിക്കും പറഞ്ഞാൽ ഈ രജനീകാന്തിൻ്റെയൊക്കെ സിനിമ കണ്ടിട്ടാണ്. അന്നത്തെ രജനീകാന്തിൻ്റെ സിനിമ എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ഇട്ടിട്ട് കറക്കിയുള്ള പരിപാടിയൊക്കെ ഇല്ലേ, അതൊക്കെ കണ്ടിപ്പോൾ സിഗരറ്റ് വലി അതൊരു ഇതായിരുന്നു. അങ്ങനെ വലിക്കുന്ന ആൾക്കാരുണ്ട്. എൻ്റെ ഒരു സുഹൃത്ത് രജനീകാന്ത് നടക്കണം പോലെ ഈ മഴയുടെ ഇടയിൽ കൂടി തിന്നി നടന്നൊക്കെ കാണിച്ചിട്ടുണ്ട്. മുഖത്ത് വെള്ളം വീഴില്ല എന്നൊക്കെ പറഞ്ഞു. അതേപോലെ KGF കണ്ടിട്ട് റോക്കി ബോയ് ആകാൻ പോയ അതൊക്കെ നമ്മൾ കണ്ടിട്ടുള്ളതാണ്. അപ്പൊ സിനിമകൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആൾക്കാരെ നല്ല രീതിയിൽ തന്നെ സ്വാധീനിക്കുന്നുണ്ട്. ഇപ്പം ഞാൻ അതിനൊരു ഇത് പറയാം. ഇപ്പം നമ്മുടെ ഇടയിൽ ശരിക്കും പറഞ്ഞാൽ കള്ളക്കടത്ത് ഒരു തെറ്റായിട്ട് നമ്മളിപ്പോഴും അംഗീകരിച്ചുകൊണ്ടിരിക്കുന്ന സംഭവമാണ്. പക്ഷേ നമ്മുടെ മോഹൻലാൽ കള്ളക്കടത്തുകാരനായിട്ടുള്ളൊരു സിനിമയുണ്ടല്ലോ, സാഗർ എലിയസ് ജഗ്ഗയായിട്ട്. ഇത് വന്നേ പിന്നെ സ്വർണ്ണക്കള്ളക്കടത്തിനെ ആൾക്കാർ മാറ്റിവെച്ചു. അത് മോഹൻലാൽ ചെയ്യണതാണ്. അത് വലിയ കുഴപ്പമില്ലാതായി. എന്നാൽ ഡേർട്ടി ബിസിനസ് എന്ന് പറഞ്ഞാൽ മറ്റേ സംഭവം ഉണ്ടല്ലോ, നാർക്കോട്ടിക്സ്, അത് പ്രശ്നക്കാരനായി. ഇതൊക്കെ അത് ഫസ്റ്റ് പറയണ പറ്റില്ല. അതിനകത്ത് മോഹൻലാൽ പറഞ്ഞ ഡയലോഗാണ് നാർക്കോട്ടിക്സ് ഇസ് എ ഡേർട്ടി ബിസിനസ് എന്നുള്ളത്. അതായത് നമ്മളിലേക്ക് അതിങ്ങനെ അത് നമ്മൾ അറിഞ്ഞ് എടുക്കണതല്ല, സ്വാഭാവികമായിട്ടും നമ്മളിലേക്ക് വന്നുകൊണ്ടിരിക്കുന്ന സംഭവമാണ് കാണുമ്പോൾ. അപ്പം ഈ നെഗറ്റീവ് സൈഡിനെ പറ്റി നമ്മൾ പറഞ്ഞു വരുമ്പോഴത്തേക്കും നമ്മൾ എപ്പോഴും കാണുന്ന അല്ലെങ്കിൽ എപ്പോഴും കേൾക്കുന്ന വാർത്തകളാണ് കൊലപാതകം, അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ദൈനംദിനം കേട്ടോണ്ടിരിക്കുന്ന വാർത്തകളിലൊക്കെ പറയുന്നുണ്ട് സിനിമാ മോഡൽ കൊലപാതകം, അല്ലെങ്കിൽ സിനിമയെ വെല്ലുന്ന രീതിയിലുള്ള കാര്യങ്ങളാണ് നമ്മൾ കൂടുതലും വാർത്തകളിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പൊ നമ്മളിത് പറയാൻ തന്നെ കാരണമായത് ഇന്ന് വന്നൊരു വാർത്തയാണ്. അമ്പലപ്പുഴയിൽ ഒരു വിജയലക്ഷ്മി എന്ന് പറയുന്ന സ്ത്രീയെ കൊലപ്പെടുത്തിയത്. ഇതാണ് ഈ ചർച്ചയിലേക്ക് നയിച്ചത് തന്നെ. അതെ, പക്ഷെ എങ്കിൽ പോലും എനിക്കതിനകത്ത് ചെറിയൊരു ഇത് പറയട്ടെ.
ഈ സിനിമാ മോഡൽ എന്നൊക്കെ ഇട്ടേക്കണത് നമ്മളെപ്പോലുള്ള മാധ്യമപ്രവർത്തകർ ഇട്ടുകൊടുത്ത സംഭവമാണ്. പക്ഷെ അതിലൊരു യാഥാർത്ഥ്യമില്ലേ? എൻ്റെ ഒരു സംശയമാണ്. കാര്യം ഇപ്പം ഈ കൊലപാതകം തന്നെ നമ്മൾ എടുക്കുകയാണെങ്കിൽ ലക്ഷ്മി പറയണ സംബന്ധിച്ചാൽ അമ്പലപ്പുഴയിൽ ഒരു ജോർജ് കുട്ടി ഉണ്ടായി എന്നുള്ള സ്റ്റൈലല്ലേ? അതെ, തീർച്ചയായും. കാര്യം ഈ പറയുന്ന കൊലപാതകം എടുക്കുകയാണെങ്കിലും അതൊരു ദൃശ്യം മോഡൽ കൊലപാതകം തന്നെയല്ലേ? അതിൽ എന്തെങ്കിലും സംശയമുണ്ടോ? അതെ, അതിനകത്ത് ആ രീതി പോകുന്ന രീതി എല്ലാം കണ്ടിട്ട് തീർച്ചയായും. ഇപ്പൊ അദ്ദേഹം ആ സിനിമ കണ്ടിട്ട് അതേപോലെ തന്നെ കോപ്പി അടിച്ച് ചെയ്ത പോലെ അങ്ങനെയാണ് അത് കാണുന്ന ആൾക്കാർക്ക്, അല്ലെങ്കിൽ അത് ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് വ്യക്തിപരമായി തോന്നിയത്. ഞാൻ തിരിച്ചു ചോദിക്കട്ടെ, അങ്ങനെ അയാൾ അതിനെ കോപ്പി അടിക്കുകയാണെങ്കിൽ അയാൾക്ക് ആ ഒരു ബോധം വരണ്ടേ? ഇതേ സിനിമ പോലീസുകാരും കണ്ടിട്ടുണ്ടാവില്ലെന്ന് അല്ലേ? പോലീസുകാർ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്കിത് പ്രതിയെ പിടിക്കാൻ എളുപ്പമല്ലേ? ഒരു മൊബൈൽ ഫോൺ അവിടെ നിന്ന് കിട്ടി, അപ്പോൾ അതിൻ്റെ ആൾ തിരുവനന്തപുരത്താണെങ്കിൽ തിരുവനന്തപുരത്തുള്ള അയാളുണ്ടോയെന്ന് അന്വേഷിച്ചിട്ടല്ലേ പോവുക. ഇതിൻ്റെ ഇപ്പോഴത്തെ നാൾവഴികളെന്ന് പറഞ്ഞു കഴിയും ഇതിൻ്റെ. അതായത് നവംബർ 6-ാം തീയതി വിജയലക്ഷ്മി കാണാതാവുകയാണ്. വിജയലക്ഷ്മി കാണാതായി എന്നുള്ള വിവരം ബന്ധുക്കൾ പോലീസിനെ അറിയിക്കുന്നുണ്ട്. അതിനുശേഷം നടത്തിയ പരിശോധനയിലാണ് വിജയലക്ഷ്മി കൊല്ലപ്പെട്ടു എന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ഈ പ്രതി എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം വിജയലക്ഷ്മിയെ കൊന്നിട്ട് അദ്ദേഹത്തിന്റെ വീടിന്റെ പുറകിലെ പറമ്പിൽ കുഴിച്ചുമൂടി. അപ്പം കുഴിച്ചുമൂടി കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ പട്ടിയും പൂച്ചയും ഒക്കെ അവിടെ വന്ന് മണത്തൊക്കെ നോക്കും, വലിച്ചുവാരിയൊക്കെ ഇടും. അപ്പൊ അങ്ങനെ ചെയ്യാതിരിക്കാനായിട്ട് ഇദ്ദേഹം എന്ത് ചെയ്യുന്നു വെച്ചിട്ടുണ്ടെങ്കിൽ കോൺക്രീറ്റ് കൊണ്ട് അവിടെ ഫുള്ള് സെറ്റാക്കി എല്ലാം റെഡിയാക്കി വെച്ചു. അതാകുമ്പോഴത്തേക്കും പിന്നെ പട്ടിയും പൂച്ചയ്ക്കും വലിക്കാനൊന്നും പറ്റത്തൊന്നുമില്ലല്ലോ. എന്നിട്ട് അദ്ദേഹം ചെയ്തത് എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിജയലക്ഷ്മിയുടെ ഫോൺ അതെടുത്ത് കണ്ണൂരിലേക്ക് പോകുന്ന ഒരു KSRTC ബസ്സിൽ അദ്ദേഹം ഉപേക്ഷിക്കുകയായിരുന്നു. നമ്മൾ ദൃശ്യത്തിൽ കണ്ട സെയിം സാധനം തന്നെയാണ് ഇവിടെ നടന്നിരിക്കുന്നത്. ഈ കൊലപാതകത്തിലേക്ക് നയിച്ചെന്ന് പറയുന്ന സംഭവം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ വിജയലക്ഷ്മിയും ഈ പറയുന്ന പ്രതിയും തമ്മിൽ കുറച്ച് നാളത്തെ ബന്ധമുണ്ട്. അവരൊരു സുഹൃത്തുക്കളായിരുന്നു എന്നാണ് പറയപ്പെടുന്നത്. വിജയലക്ഷ്മി ഓൾറെഡി കല്യാണം കഴിച്ച് 2 കുട്ടികളൊക്കെ ആയിട്ട് ഉള്ള ഒരു സ്ത്രീയാണ്. അവർ ഇപ്പം ഭർത്താവായിട്ട് പിരിഞ്ഞു താമസിക്കുകയാണ്. അപ്പോൾ ഈ പ്രതിയുടെ മുന്നിൽ വെച്ച്, അങ്ങനെയാണ് വാർത്തകൾ പറയുന്നത്, ഈ പ്രതിയുടെ മുന്നിൽ വെച്ച് ഈ വിജയലക്ഷ്മി വേറൊരു വ്യക്തിയുമായിട്ട് സംസാരിച്ചു. അതാണ് പ്രകോപനം ഉണ്ടാക്കിയത്. ആ പ്രകോപനത്തെ തുടർന്ന് ഈ വിജയലക്ഷ്മിയുടെ തല കട്ടിലിന്റെ കാലുണ്ടല്ലോ അതിൽ അടിച്ചു കൊലപ്പെടുത്തി. അതിനുശേഷം മരിച്ചോ ഇല്ലേന്നറിയാനായിട്ട് മറ്റൊരു ഉപകരണം കൊണ്ട് തലക്കടിച്ച് മരിച്ചോ ഇല്ലെന്ന് സ്ഥിരപ്പെടുത്തുകയാണ് ചെയ്തത്. ഇതിപ്പോ ഇത്രയും നമ്മൾ പറഞ്ഞു വരുമ്പോ തന്നെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്, ഇതൊരു സിനിമാ മോഡൽ കൊലപാതകം. ഇത് പോയിരിക്കുന്നത് ആ ഒരു രീതിയിലാണ്. പക്ഷെ എനിക്ക് എൻ്റെ മനസ്സിൽ തോന്നുന്നത് ഒരാൾ പ്ലാൻ ചെയ്തിട്ട് ഒരിക്കലും ചെയ്യില്ല. അവന്റെ ബുദ്ധി ആയിരിക്കില്ല ഇതിനകത്ത് പ്രവർത്തിച്ചേക്കണേ, എൻ്റെ മനസ്സിൽ തോന്നുന്ന കേട്ടോ. ഒരുപക്ഷെ കൊലപ്പെടുത്താനായിരിക്കില്ല. ഒരു സംഭവം ഉണ്ടായപ്പോൾ വ്യക്തി മരിച്ചു എന്നൊരു തോന്നൽ വന്നു കഴിഞ്ഞാൽ ഇനി അയാൾ തിരിച്ചു വരുമോ ഇല്ല എന്നും കൂടെ ഉറപ്പിച്ച ശേഷം പിന്നെ അയാൾക്ക് പെട്ടെന്ന് തന്നെ ഈ മനസ്സ് ബ്ലാങ്ക് ആയി പോകില്ലേ? ആ ടൈമിൽ ഡിപ്പെൻഡ് ചെയ്ത വെച്ചാൽ മനസ്സിൽ പെട്ടെന്ന് വന്നൊരു സ്റ്റോറി ഇതായിരിക്കും. കാരണം വെച്ചാൽ പെട്ടെന്ന് ഇത് മറക്കണമല്ലോ, അങ്ങനെ സാധ്യത. കാരണം വെച്ചാൽ നമ്മൾ നേരത്തെ തന്നെ ഞാനിന്ന് ദൃശ്യം മോഡലിൽ ഒരാളെ തട്ടുന്നുള്ള രീതി ചിന്തിക്കില്ല, ഒരിക്കലും. അത് പ്ലാൻഡ് ആയിരിക്കില്ല. അതാണ് എനിക്ക് തോന്നുന്നത്. കാരണം വെച്ചാൽ ഇപ്പൊ ഇതിനു മുമ്പും പലതും ദൃശ്യം മോഡലിൽ മുൻപും സംഭവിച്ചിട്ടുണ്ട്. അതേപോലെ തന്നെ ഇടുക്കിയിൽ ഇതേപോലെ അടുക്കളയിൽ കുഴിച്ചിട്ടു, അയൽവാസി അടുക്കളയിൽ ഒരു സ്ത്രീയെ കുഴിച്ചിട്ട സംഭവം, സെപ്റ്റിക് ടാങ്കിനുള്ളിൽ ഇട്ടിട്ട് ടാങ്ക് അടച്ച സംഭവം, അതേപോലുള്ള ഇതേ സെയിം മോഡലാണ്. ഇപ്പം ഈ ഫോൺ ഉപേക്ഷിച്ചത് മാറ്റിയിട്ടുണ്ടെങ്കിൽ ഇതേ മോഡലാണ് ഈ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് ഫുള്ള്. അപ്പം ഇതും യഥാർത്ഥത്തിൽ സിനിമയിൽ നിന്ന് നമ്മൾ ഇൻസ്പയർ ആയിട്ട്, സിനിമയിൽ നിന്ന് നമുക്ക് എന്തൊക്കെ ഇൻസ്പയർ ചെയ്യിപ്പിക്കാനായിട്ട് പറ്റും, എന്തൊക്കെ നല്ല കാര്യങ്ങളുണ്ട്, നെഗറ്റീവ്. പക്ഷെ നെഗറ്റീവ് സൈഡ് ഇത്രയും തരം താണ രീതിയിലേക്ക് ആ നെഗറ്റീവ് സൈഡ് സിനിമയിൽ കൊല ചെയ്തു എന്ന് പറയപ്പെടുന്ന വ്യക്തിയുടെ മാനസിക നിലവാരത്തെയാണ് കാണിക്കുന്നത്. അയാളൊരു ബുദ്ധിമാനാണെങ്കിൽ ഇത് ഇങ്ങനെയുള്ള സംഭവം ചെയ്യില്ല. കാരണം വെച്ചാൽ ഓൾറെഡി നാട്ടിലുള്ള എല്ലാവർക്കും അറിയാവുന്ന ഒരേ രീതി അവൻ ചെയ്യില്ലല്ലോ. നമ്മളതിന് ഇൻസ്പയർഡ് എന്നല്ല, എനിക്കത് അതിനോടൊരു ഇതുള്ളതെന്ന് വെച്ചാൽ സ്വാഭാവികമായിട്ട് നമ്മളിലേക്ക് വന്നു ചേരുന്നതെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളത് ആയിപ്പോകും. പക്ഷേ ഇപ്പൊ ഈ പറയുന്ന പോലെ മോഹൻലാലിനെ കണ്ടിട്ടാണ് നമ്മളൊക്കെ പ്രണയിക്കാൻ പഠിച്ചതെന്ന് പറയുന്ന പോലെ ഇതേപോലെ ഒരു സിനിമയിലൊരു വ്യക്തിയെ കണ്ടിട്ടാണ് ഞാൻ കൊല ചെയ്യാൻ പഠിച്ചതെന്ന് പറയുന്നത്. അത് രണ്ടും വ്യത്യാസം. ഇതിനകത്ത് എന്തറിയോ, നമ്മൾ ഈ സ്വീകരിക്കുന്ന സംഭവം നമുക്ക് മാത്രമായിട്ടുള്ളതാണെങ്കിൽ ആർക്കും പ്രശ്നമൊന്നുമില്ല. പിന്നെ അതുമല്ല, നമ്മളിപ്പോൾ ഒരു പോസിറ്റീവ് എടുത്തു സിനിമയെന്ന്, ഈ പോസിറ്റീവ് എടുത്തത് ആരും അറിയാൻ പോണില്ല. പക്ഷെ നമ്മളൊരു നെഗറ്റീവ് കാര്യം ചെയ്താൽ, ഞാനൊരു റേപ്പ് ചെയ്തു, ഞാൻ റേപ്പ് ചെയ്തിട്ട് ഞാൻ പറയുകയാണ് ഞാൻ ഇന്ന സിനിമയിലെ അതേപോലെ റേപ്പ് ചെയ്തെന്ന് ആരും പറയില്ലല്ലോ. ഇതെന്ന് വെച്ചാൽ ഓരോരോ ഇതാണ്. ഇപ്പം ഈ ഒരു കൊല നടത്തി കഴിഞ്ഞപ്പോൾ നമ്മുടെ മനസ്സിൽ ആ കൊലയായതുകൊണ്ടാണ് നമ്മൾ ശ്രദ്ധിക്കുന്നത്. അതുകൊണ്ടാണ് ദൃശ്യം മോഡൽ എന്ന് പറയണേ. സിനിമ കണ്ട എത്ര പേര് ദയാനിധികളും ഭയങ്കര ഇതായിട്ടൊക്കെ എപ്പോഴും സൊസൈറ്റിയിൽ ഒരു മോശം കാര്യമാണ് അത്രയും ചർച്ച ചെയ്യപ്പെടത്തുള്ളൂ. ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല. അതുകൊണ്ടാണ് ഇതിനകത്ത് അധികം ശ്രദ്ധിക്കപ്പെടുന്നത്.
ശരിക്കും പറഞ്ഞാൽ ഇത് സിനിമയെ നമ്മൾ ബ്ലെയിം ചെയ്യേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. സിനിമ കാണുന്ന എല്ലാ മനുഷ്യരിലേക്കും ഈ സമൂഹത്തിൽ നിന്ന് എല്ലാം വരുന്നുണ്ട്. പോസിറ്റീവും വരുന്നുണ്ട്, നെഗറ്റീവും വരുന്നുണ്ട്. അത് എങ്ങനെ എടുക്കണം, ഏത് രീതിയിൽ എടുക്കണം, അത് നമ്മുടെ മാനസികാവസ്ഥ അനുസരിച്ചിരിക്കും. നമ്മളൊരു സ്ക്രീനിങ് വേണം നമ്മളിൽ. അതായത് ഇപ്പോൾ നമ്മൾ പണ്ട് കാലത്തൊക്കെ പറയായിരുന്നു, ഇപ്പോൾ സിനിമ കണ്ടിട്ടാണ് മനുഷ്യർ മദ്യപിക്കുന്നത്. എല്ലാം നമ്മളല്ല ചെയ്യണത്, നമ്മളെ വേറൊരാൾ ചെയ്യിപ്പിക്കുക. ആ രീതിയിലാണ് ശരിക്കും പറഞ്ഞാൽ ഈ സമൂഹം പോണത്. കാരണം ഈ ചിലർ പറയില്ലേ, എൻ്റെ മോൻ ഡീസൻ്റാണ്, പക്ഷെ ആ മറ്റവൻ കാരണമാണ് അവൻ ഇങ്ങനെയായത്, ഇവനാണ് മറ്റവനെ കൊണ്ടുപോയി തല്ലിപ്പൊളി ആയിക്കൊണ്ടിരിക്കുന്നത് ഇത്ര ആളായിട്ട്. ആ ഒരു രീതിയാണ്. ഇതെല്ലാം സമൂഹമൊക്കെ ഭയങ്കര ഡീസൻ്റ് സമൂഹത്തെ സിനിമ ചീത്തയാക്കുന്നു. ആ ഒരു ചിന്താഗതി ഇടക്കാലത്ത് ഇങ്ങനെ വന്ന് അങ്ങനെ വന്നേക്കണം. ശരിക്കും പറഞ്ഞാൽ പോസിറ്റീവും നെഗറ്റീവും എല്ലാം ഉണ്ട് സിനിമയിൽ. പോസിറ്റീവ്സും ഉണ്ട്, അതേപോലെ തന്നെ നെഗറ്റീവ്സും ഉണ്ട്. അപ്പം നമ്മൾ എന്ത് തീരുമാനിക്കണം, നമ്മൾ നമ്മുടെ ജീവിതത്തിലേക്ക് എന്ത് അഡോപ്റ്റ് ചെയ്യണം എന്നുള്ളത് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. അതിപ്പോൾ സിനിമയായാലും നാടകങ്ങളായാലും മറ്റെന്ത് രചനകളായിട്ടുണ്ടെങ്കിലും അതിൽ നിന്ന് നല്ലത് മാത്രം ഉൾക്കൊള്ളാനായിട്ട് ശ്രമിക്കുക എന്നുള്ളതാണ് നമ്മൾ എല്ലാവരും ചെയ്യേണ്ടത്. പിന്നെ എന്താ പറയുക, ഈ ശിക്ഷാവിധികൾ സ്ട്രോങ് ആക്കണം. ഒരു കൊലപാതകത്തിന് ശിക്ഷ നിസ്സാരമല്ല എന്ന് വന്നാൽ ഏത് ദൃശ്യമല്ല അതിനപ്പുറത്ത് സിനിമ കണ്ടാലും നീ ചെയ്യോ? ഇല്ലല്ലോ, ലക്ഷ്മി ചെയ്യില്ല, ഉറപ്പാ. കാരണം ചെയ്ത് കഴിഞ്ഞാൽ ഇവിടെ പ്രശ്നം ഉണ്ടാവും എന്ന് കണ്ടാൽ എന്ത് ചെയ്യും? അതായത് അന്നേരം ആ പേടിയുണ്ട്, ഈ താടിയുള്ളപ്പനെ പേടിയുണ്ടെന്നൊക്കെ പറഞ്ഞ പോലെ നിയമം അങ്ങനെ സ്ട്രോങ് ആയിട്ട് നിന്ന് കഴിഞ്ഞാൽ ആരും ചെയ്യില്ല ഒന്നും. കാരണം ഇപ്പോൾ ഇവിടെയൊക്കെ വന്നേക്കുന്നത് ഇതിപ്പോൾ എനിക്ക് അങ്ങനെ പൂർണ്ണമായിട്ടുള്ള വിവരം അറിയില്ല, ഇതാണോ പ്രതി എന്നൊന്നും അറിയില്ല, അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. കൂട്ടാളികൾ ആരെങ്കിലും ഉണ്ടോ, ഒറ്റയ്ക്കാണോ നമുക്കറിയില്ല. പക്ഷേ നമ്മളിപ്പോൾ ഒരിക്കലും എല്ലാവരും ഇപ്പൊ തന്നെ പേപ്പറിലെല്ലാം കണ്ടെങ്കിൽ ദൃശ്യം മോഡൽ എന്ന് കണ്ടുകൊണ്ടാണ് നമ്മൾ ഈ ചർച്ചയിലേക്ക് തന്നെ വന്നത്. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഇതാണ്, ദൃശ്യം മോഡൽ എന്ന് അവർ പറയുന്നു, പറഞ്ഞോട്ടെ, അത് കുഴപ്പമൊന്നുമില്ല. അതുകൊണ്ട് നമ്മളിപ്പോൾ ഈ ഒരു ചർച്ചകൾ നടത്തിയല്ലോ, മഹത്തായ ഒരു കലാസൃഷ്ടിയെ പറ്റി നമ്മളിപ്പോൾ ഒരു ചർച്ച ചെയ്തു. അത് തന്നെയാണ് അതിൻ്റെ ഒരു വിജയം എന്നുള്ളൂ. അല്ലാതെ നിയമവ്യവസ്ഥയിൽ മാറ്റങ്ങൾ വരേണ്ടത് അനിവാര്യമാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അല്ല, അതാണ് എൻ്റെ ബേസിക് പ്രശ്നം. അല്ലാതെ ഇപ്പോൾ സിനിമ പറഞ്ഞിട്ട് നമ്മൾ പോയി അമ്മയെ തല്ലാൻ പോവോ? അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളില്ലേ? അതാണ് ഓരോ വ്യക്തികൾ അതിനെ എങ്ങനെ കാണുന്നു എന്നതനുസരിച്ചിരിക്കും. പക്ഷേ നെഗറ്റീവായിട്ടാണ് നമ്മൾ എടുക്കുന്നതെങ്കിൽ, അത് നമ്മളെ മാത്രം ബാധിക്കുന്നതാണെങ്കിൽ അവിടെ അത് ഓക്കെയാണ്. പക്ഷെ ഒരു സമൂഹത്തെ ഫുള്ള് അത് നെഗറ്റീവായിട്ടാണ് ബാധിക്കുന്നതെങ്കിൽ അത് ശരിക്കും പറഞ്ഞാൽ മോശമാണ്. അതിപ്പോൾ സിനിമ നൽകുന്ന മെസ്സേജ് ആയിക്കോട്ടെ, എന്തും ആയിക്കോട്ടെ, ഇപ്പോൾ നാടകങ്ങളായിക്കോട്ടെ, മറ്റു രചനകളായിക്കോട്ടെ, നോവലുകളായിക്കോട്ടെ. ഞാൻ എടുത്ത് പറയാൻ ഒരു സംഭവം വിട്ടു. ഇപ്പം നമ്മുടെ തന്നെ നാട്ടിൽ ഈ ഇടതുപക്ഷ കമ്മ്യൂണിസ്റ്റ് പാർട്ടി വളർന്നത് എന്തുകൊണ്ടാണ്? ഈ നിങ്ങളെന്നെ കമ്മ്യൂണിസ്റ്റാക്കി എന്ന് പറഞ്ഞ ഒരു നാടകമാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വളർത്തിയത്. അതായത് ആ നാടകത്തിൽ ഒരിക്കലും നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആവണമെന്ന് പറഞ്ഞിട്ടില്ല. അതിൻ്റെ പക്ഷെ അതിൽ നിന്നൊരു മെസ്സേജ് വന്നു, ഇൻസ്പയർഡ് ആയിട്ട് ആൾക്കാർ അതിലേക്ക് വന്നു. അതേപോലെ തന്നെ അത് ഉള്ളിൽ വരുന്നതാണ് ഇത്. പക്ഷേ അതേപോലെ തന്നെ എല്ലാം വരാം. നമ്മളൊരു സിനിമ കാണുമ്പോഴോ നമ്മൾ സമൂഹത്തിൽ നടക്കുമ്പോഴോ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിക്കൂടെയും ചെവിക്കൂടെയും വാക്കിക്കൂടെയും എല്ലാം നമുക്ക് ഒത്തിരി സംഭവങ്ങൾ നമ്മളിലേക്ക് വരുന്നുണ്ട്, നെഗറ്റീവും പോസിറ്റീവായിട്ട്. പക്ഷേ നമ്മൾ ചെയ്യേണ്ടത് വെച്ചാൽ ഒരു നെഗറ്റീവ് ആണെങ്കിൽ പോലും അത് നമ്മളിൽ മാത്രം ഒതുങ്ങി എന്നാൽ വലിയ പ്രശ്നമില്ല. പക്ഷേ ഒരു സിനിമ കണ്ടിട്ടോ, ഒരു പുസ്തകം വായിച്ചിട്ടോ, ഒരു നാടകം കണ്ടിട്ടോ ഒരുത്തം കൊടുവാളെടുത്തുകൊണ്ട് സമൂഹത്തിൻ്റെ നേരെ ഇറങ്ങിക്കഴിഞ്ഞാൽ അവിടെയാണ് നെഗറ്റീവ് ആണ്. അപ്പം ശരിക്കും ഒരു സംഭവം ഉണ്ടാകാതിരിക്കാനായിട്ട് നമ്മൾ സ്വയമേ അത് സ്വയം ചിന്തിക്കുക. അത് മാത്രമല്ല, കുട്ടികളൊക്കെ ആണെങ്കിൽ പോലും ഇപ്പോൾ സിനിമയ്ക്കൊക്കെ പോകുമ്പോൾ അത്യാവശ്യം സിനിമ തന്നെ പറയുന്നുണ്ടല്ലോ, മാനദണ്ഡങ്ങൾ പറയുന്നുണ്ട്, അഡൽട്സ് ഉള്ളി, കുട്ടികൾക്ക് കാണാവുന്നത്. അപ്പോൾ ഈ മാതാപിതാക്കൾ കണ്ടിട്ട് കുട്ടികളെ സിനിമയിലേക്ക് കൊണ്ടുപോകായിരിക്കും കുറച്ചുകൂടെ നല്ലത്. ഇപ്പം നമുക്കൊന്നും ഇനിയിപ്പോൾ വെച്ചിട്ട് കാര്യമില്ല. കാരണം വെച്ചാൽ ഇത് വളം വെക്കരുതെന്ന് പറഞ്ഞില്ലേ, ഈ പ്രായമായ ആൾക്കാരെ ഇനി പറഞ്ഞ് നന്നാക്കിയിട്ടൊന്നും കാര്യമില്ല. അപ്പോൾ കുട്ടികളുടെ കാര്യത്തിനകത്ത് നമ്മൾ ചെയ്യേണ്ട, കുട്ടികളെ നല്ല സിനിമകൾ കാണിക്കുക, അവരെ ആ രീതി പോയാൽ മതി. ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമൊന്നുമില്ല. കാരണം വെച്ചാൽ ഇതെല്ലാം ഉണ്ട് ഈ സമൂഹത്തിൽ. ഇത്രേ ഉള്ളൂ, മറ്റുള്ളവർക്ക് ദ്രോഹം ചെയ്യാതെ, പ്രത്യേകിച്ച് ഒരു പരിധി വരെയൊക്കെ ആവാം, പക്ഷെ അതിനപ്പുറത്തേക്ക് പോകാതെ നമ്മളെ കൺട്രോൾ ചെയ്യുക. നമ്മുടെ മുമ്പിലൊരു സെൻസർ ബോർഡ്, നമ്മുടെ സ്വഭാവത്തിനൊരു സെൻസർ ബോർഡ് നമ്മൾ ഉണ്ടാക്കി വെക്കുക. ഇപ്പോൾ കുഞ്ഞു കുട്ടികളാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ കാണുന്ന ഇപ്പം നമ്മൾ പേരെടുത്ത് പറയുന്നില്ല എങ്കിൽ പോലും ചില ഇൻഫ്ലുവൻസേഴ്സിനെ കാണുമ്പോഴത്തേക്കും അവർ ഭയങ്കരമായിട്ടങ്ങ് ഇൻഫ്ലുവൻസ് ആകും. അവർ ചെയ്യുന്നത് നല്ല കാര്യങ്ങളൊന്നും ആവണമെന്നില്ല. ഇപ്പം ഞാൻ കുഞ്ഞു കുട്ടികളുടെ കാര്യമാണ് പറഞ്ഞത്. അവർ ചെയ്യുന്ന നല്ല പ്രവൃത്തിയൊന്നും അല്ല, പക്ഷേ ഈ പിള്ളേർക്ക് ഇഷ്ടം ഇതേപോലെ ഇങ്ങനെയുള്ള എന്തെങ്കിലും നെഗറ്റീവ്, അതായത് ബാഡ് ആയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ, അല്ലെ അതേപോലെയുള്ള മെസ്സേജ് സൊസൈറ്റിക്ക് കൊടുക്കുന്ന ആൾക്കാരാണ്. അങ്ങനെ ഒരു തലമുറയാണ് ഇപ്പോൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്. അത് രക്ഷിതാക്കൾ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. ലക്ഷ്മി, ഞാൻ വേറെ പെട്ടെ ഇപ്പോൾ ലക്ഷ്മി പറയുമ്പോൾ ലക്ഷ്മിക്ക് ശേഷമുള്ള തലമുറയാണ് ലക്ഷ്മി നോക്കി കാണുന്നത്. ഞാൻ നോക്കി കാണുമ്പോൾ ലക്ഷ്മിയുടെ തലമുറ അങ്ങനെയായിരുന്നു, എൻ്റെ അച്ഛൻ നോക്കി കാണുമ്പോൾ എൻ്റെ തലമുറയും അങ്ങനത്തെ ആയിരുന്നു. അതൊക്കെ ഇന്നത്തുള്ളതാണ്. ഈ നമ്മുടെ ഇതിനകത്ത്
വരുന്ന ഒരു വെച്ചാൽ ഓരോ ജനറേഷൻ കഴിയുന്തോറും സമൂഹത്തിലുണ്ടാകുന്ന മാറ്റം സിനിമയിൽ വരും. അതിങ്ങനെ മാറിക്കൊണ്ടിരിക്കും. പലരും പറയില്ലേ പണ്ടത്തെ കാലമായിരുന്നു നല്ലതെന്ന്. അന്നത്തെ കാലത്തുള്ള ആൾക്കാർ അതിൻ്റെ പണ്ടത്തെ കാലം പറഞ്ഞുകൊണ്ടിരുന്നത്. ആ ഒരു സിസ്റ്റം അതിനകത്തുണ്ട്. പക്ഷേ ഇതിനകത്ത് ഇപ്പം ഞാനിപ്പോൾ ഈ ഒരു സംഭവത്തിൽ ഞാൻ എൻ്റേതായ ഒരു ഇത് പറയുകയാണെങ്കിൽ നമ്മൾ നമ്മളെ നിയന്ത്രിക്കുക, എന്ത് വേണമെങ്കിലും കാണുക. കുട്ടികളുടെ കാര്യമല്ല ഉദ്ദേശിക്കുന്നത്. കുട്ടികളെ വെച്ചാൽ തുടക്കത്തിൽ വെച്ചാൽ ഇങ്ങനെയുള്ള സിനിമകളൊക്കെ അവരുടെ മനസ്സിനെ ഒന്ന് പക്വതപ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ കുഴപ്പമില്ല. നമ്മളെന്താണെന്നുള്ളത് വെച്ചാൽ നമ്മൾ എന്ത് വേണമെങ്കിലും ചെയ്തു, പക്ഷേ നമ്മുടെ ആ ചുമരിൽ ഒതുങ്ങണം. അതിനപ്പുറത്തെ അവൻ്റെ മൂക്കിൻ്റെ തുമ്പത്ത് പോയിട്ട് തീപ്പെട്ടി ഉരയ്ക്കാൻ നോക്കരുത്. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇപ്പം ഇതിനകത്താണെങ്കിലും അങ്ങനെ ശ്രദ്ധിച്ചാൽ മതി. ഇതിപ്പോൾ മിക്കവാറും ഈ ഒരു കേസിനകത്ത് എനിക്ക് അങ്ങനെ പോലും തോന്നണില്ല. അതിനകത്ത് വ്യക്തമായിട്ട് അറിയാത്തതുകൊണ്ടാണ് ഞാനൊന്ന് പറയാത്തത്. വെളിയിലേക്ക് വരുന്നതേ ഉള്ളൂ. അതിന്റെ എന്താണ് യാഥാർത്ഥ്യം എന്നുള്ളത് ഇനി ആരെങ്കിലും മറ്റ് പ്രതികൾ. അപ്പോൾ ഇത് വെച്ചിട്ട് നമുക്ക് ശരിക്കും പറഞ്ഞാൽ പ്രേക്ഷകർക്ക് സന്ദേശമായിട്ട് നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് എന്തുമില്ല. ലക്ഷ്മിക്ക് എന്താ തോന്നണേ? സിനിമയെ സിനിമയായിട്ടും ജീവിതത്തെ ജീവിതമായിട്ടും കണ്ടു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നം മാത്രമേ ഉള്ളൂ ഇവിടെ. അത് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. അത്രേ ഉള്ളൂ. പിന്നെ സിനിമയിൽ പലതും കാണിക്കും. അതിനകത്ത് സിനിമ എന്ന് പറഞ്ഞാൽ റിയാലിറ്റി അല്ല. അതിനകത്ത് പല സാങ്കേതിക വിദ്യകൾ ഉപയോഗിക്കാം. ഇതെല്ലാം കണ്ട് നമ്മൾ ഭ്രമിച്ച് അതിലേക്ക് എടുത്ത് ചാടരുത്. നാളെയാണെങ്കിലും ഈ ജീവിതത്തിനകത്തോ സമൂഹത്തിലോ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ സിനിമയെ നമ്മൾ വലിച്ചെടുക്കരുത്. അതൊരു മഹത്തായ ഒരു കലാരൂപമാണ്. പിന്നെ മാധ്യമങ്ങളോട് പറയാനുള്ളത് എല്ലാത്തിനകത്തും ഈ ഓരോ സിനിമകളുടെ പേരിട്ട് അങ്ങനെ വിളിക്കരുത്. കാരണം വെച്ചാൽ അത് ചെയ്ത ആൾക്കാർ ഇതൊന്നും ഉദ്ദേശിച്ചിട്ടല്ല ചെയ്തത്. അപ്പോൾ നന്നായിട്ട് ജീവിക്കുക, നല്ല രീതിയിൽ പെരുമാറുക, ഇതൊക്കെ ആവട്ടെ സമൂഹത്തിൻ്റെ ലക്ഷ്യം.